ബിജുവിയുടെ മാതാവും പിതാവും ഒന്നെഴുന്നേറ്റുന്നതാണ്. അതിൻ്റെ പിതാവിനെ ഓർത്ത് അടുത്തു നിന്നു ഇങ്ങനെ മാറി വയ്ക്കും. ഞങ്ങൾ പഴയ മണവാട്ടിയെ ബിജുവയുടെ പിതാവിനെ ഓർത്ത് എനിക്ക് സന്തോഷം. ഈ നല്ല ചെറുപ്പക്കാരനെ കർത്താവിൻ്റെ വേദിക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ പേർഷ്യയിൽ പോകാമെന്ന് പറഞ്ഞു വിടാതെ അവന് ദൈവവേദിക്ക് വേണ്ടി സമർപ്പിച്ച് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇന്ന് എല്ലാ വീട്ടിലും 1, 2, 3 ഉള്ളൂ. ഈ ഒന്നുള്ളതിനെ കർത്താവിൻ്റെ വേദിക്ക് വേണ്ടി വിടുന്ന ദൈവദാസന്മാർക്ക് ആദരാഞ്ജലികളും സ്തോത്രം പുഷ്പാഞ്ജലിയും എത്തിക്കണമെന്ന് എൻ്റെ ചിന്ത. സ്തോത്രം. ഇന്ന് ബൈബിൾ കോളേജിൽ വിദ്യാർത്ഥികളില്ലാതിരിക്കുക. മാതാപിതാ അവിടുത്തെ ചായം പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരൊന്ന് പുതുക്കുന്നത് VP ജോയിക്കുട്ടി അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒന്ന് പുതുക്കി വേണം. ഒന്നൊന്ന് മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് ഫോട്ടോ വയ്ക്കാൻ ബിജോടില്ലാന്നല്ല ഈ മോളത്ത് നോക്കി ഒരു കടപ്പാട് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ഒരു കടപ്പാട് ഞാൻ പറയാൻ പോകുന്നു. ധാരാളമാണ് വേദപുസ്തകത്തിൽ ഒറ്റ കടപ്പാട്. ഉത്തമനായ ഭർത്താവായിരിക്കാൻ എല്ലാ ഭർത്താക്കന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കടപ്പാട് ഞാൻ പറയാൻ പോകുന്നു. കേട്ടോളൂ. അറിയാവുന്ന ഭാര്യയെ സ്നേഹിക്കണം. നന്നായി വരാൻ ഈ അടുത്ത് ഏത് തരത്തിലുള്ള സ്നേഹമാണ് ഞാൻ വിവാഹം നടത്തുന്ന പറയാൻ ചെയ്യും. ഏത് തരത്തിൽ വേണം. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ഇൻഡോക്സിനേറ്റഡ് ലവ്. സ്നേഹത്താൽ മത് പിടിപ്പിക്കണം. സ്നേഹത്തെ എപ്പോഴാണ് മത് പിടിപ്പിക്കുന്നത്? കൊച്ചുമോളുണ്ട്, ആദ്യമായിട്ടുണ്ടായ കൊച്ചുമോളാണ്. ഇവിടെ എടുത്ത് കൈവച്ച് ആരും ഒരു അനുഭവം മൊത്തം ചെയ്യും. അവൾ കയ്യിൽ പുറവും. അപ്പോൾ സ്നേഹവും സന്തോഷവും കാണാം. അപ്പോൾ മാതാക്കളിൽ നിന്നും അത്രയും സ്നേഹം ഈ കുഞ്ഞിന് ലഭിച്ചിട്ടുണ്ട്. ഈ പെൺകുഞ്ഞിന് ഇന്നത്തെ മണവാട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ബിജോമോൻ്റെ കൂടെ ഇന്ന് ഭാര്യയായിട്ട് വരാൻ പോകുന്ന പൈതൽ ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല, ലഭിക്കുന്ന സകല സ്ത്രീകളിലും അത് ലഭിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിൽ അല്പം കുറഞ്ഞു പോയെങ്കിൽ നീ പരാജയപ്പെടുന്ന ഒരു ഭർത്താവായി. അതിനേക്കാൾ അല്പം കൂടെ സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞാൽ യു വിൽ ബി എ സക്സസ്ഫുൾ ഹസ്ബൻഡ്. കാര്യം പിടികിട്ടിയല്ലോ. വിജയിയായ ഒരു ഭർത്താവായി തീരണമെങ്കിൽ ഭാര്യയെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അടുത്തൊരു കാര്യം പോലെ ഇവർ പോയി എന്ന് പറയണം. ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചു പോകും. സ്നേഹിക്കാൻ മനസ്സുണ്ടോ? കൊച്ചിനെ വലയ്ക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ഇന്നു മുതൽ നിങ്ങൾ അത് മാറ്റണം. മാറ്റിയിട്ട് സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? സ്നേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ വ്യക്തമായി. അതൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏത് തരത്തിൽ സ്നേഹിക്കണോ എടുത്ത് വായിച്ചാൽ പറയുന്നത് സ്നേഹിക്കണം. ഇത്രയും നേരം ഞാൻ ബിജോമോളാണ് പറഞ്ഞത്. അവനെ ഞാൻ ഈ കാര്യമൊന്നും പറയേണ്ട കാര്യമാണ്. അവനറിയാം, അവന് പ്രായത്തിനേക്കാൾ തികഞ്ഞ ഒരു പക്വതയുള്ള ദൈവവിധനാണ്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഷീനാമോളാണ്. വിഷമിക്കണ്ട കേട്ടോ. മുഖത്തോട് നോക്കി കണ്ടോ, ആ കൊച്ചനെ നീ വലയ്ക്കരുത്. പറയുന്നത് ഈ വലച്ച് ഒത്തിരി എണ്ണം ഇവിടുന്ന് എത്ര എണ്ണം തിരുവല്ലായിട്ട് 3 രൂപ 5 രൂപ മുടക്കിയ തിരുവല്ല കുടുംബക്കോടതി ചെല്ലാൻ ഒത്തിരി എണ്ണം അവിടെ വലച്ച് പറഞ്ഞു കൊണ്ട് നീ ഇത് നോക്കിയാൽ കാണും. സ്തോത്രം. പിന്നെ ഞാൻ
സ്വന്തം ഭർത്താവ് കർത്താവിൽ നിന്നവന് കീഴടങ്ങാൻ മനസ്സിലേക്ക് കൈകൊടുത്ത് ഈ കൊച്ചനെ വായിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. സ്ത്രീകളുടെ ഭൂഷണമാണ് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നത്. ചില സ്ത്രീകൾ സ്വന്തം ഭർത്താക്കന്മാർക്കല്ലാതെ അയൽവക്കത്തെ പ്രവർത്തിക്കുന്നത് ഒന്നും പാടില്ല. കസിൻസിന് കീഴടങ്ങാൻ പോകരുത്, ആർക്കും കീഴടങ്ങരുത് പറയുന്നത് ചെറുക്കികൾ തിരിമല്ലോ. നീ നിന്റെ ഭർത്താവിന് മാത്രം കീഴടങ്ങും. എല്ലാവരും അവനെ അനുസരിക്കണം. അവനാണ് നിന്റെ ഈ ഹൈന്ദവ മാർഗത്തിലൊക്കെ ഉള്ളവർ രണ്ട് കൂട്ടുന്നു. അതിലൊരു പൊട്ടെന്ന് പറയുന്നത് അവിടെ ഭർത്താവിനോട് ബഹുമാനമാണ്. ഞങ്ങളൊരു മാസികയിൽ കഴിഞ്ഞ ദിവസം ആർട്ടിക്കിൾ ഭർത്താവിൻ്റെ ദീർഘായുസിന് വേണ്ടിയും എന്തിരുന്നു പൂജയും ഹൈന്ദവ സഹോദരൻ അത്രമാത്രം ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നു. ഞാനതൊന്നും നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട സ്വന്തം ഭർത്താക്കന്മാർക്ക് കർത്താവിനെന്ന വണ്ണം കീഴടങ്ങിയാൽ ആ കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടാകും. ഒരു കുടുംബം എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചത് എൻ്റെ ബന്ധുവിലാണ്. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ ഒന്ന് ഉടക്കാം. പക്ഷേ കല്യാണം കഴിഞ്ഞ് വീട് കാണാൻ പോയപ്പം ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ജർമ്മനിയിൽ നിറക്കിയ, അന്നത്തെ കാലത്ത് ജർമ്മനിയിൽ നിറക്കിയ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ആ കൊണ്ടുപോയത്. പക്ഷേ സമാനമായി. അപ്പോൾ ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ രണ്ടായിട്ടാണ് എന്നോ രണ്ട് പാത്രമായില്ല. ഇങ്ങനെ ഒരു മനസ്സുകൊണ്ടല്ലെന്നാണ് കാര്യം ചോദിച്ചപ്പോൾ ഈ പെൺകുഞ്ഞാ ഞങ്ങളുടെ ഇവിടെ ബന്ധത്തിൽപ്പെട്ടത്. ആ വീട്ടിൽ സ്വത്ത് കേട്ട അവർക്ക് ബെൻസ് കാറേ ഉള്ളൂ. കാറൊക്കെ ബെൻസ് കാർ. പക്ഷെ പെൺകൊച്ചു പറഞ്ഞൊരു കാര്യമായി എന്നെ ചിന്തിപ്പിച്ചത്, എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി ഇങ്ങനെ, അതുകൊണ്ട് ഞാനും ഇങ്ങനെ. ആ മക്കളെ, വീട്ടിൽ നല്ല കാര്യം പഠിച്ചെങ്കിൽ മാത്രമേ അതേ അവിടെ കൊണ്ടുവരുന്നതാവും. എന്തെങ്കിലും അരുതാത്ത നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ മാറ്റി. വീട്ടിൽ പഠിച്ചതാണ്. സ്ത്രീകൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയാൽ ദൈവം അവരെ അനുഗ്രഹിക്കും. അതിന് സംശയം തന്നെ. അത് ഞങ്ങളോട് രണ്ടുപേരോടും ഓരോ കാര്യം പറഞ്ഞുള്ളൂ. ബിജോയോട് പറഞ്ഞ് സ്നേഹിക്കണം, മോളോട് പറഞ്ഞ് കീഴ്പ്പെടണം. ഈ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും കൂടി കേട്ടോ. ഇനി ഇവർ രണ്ടുപേരോട് ചെല്ലേണ്ട കാര്യം, ബിജോ മതി അച്ഛനെ നോക്കണം, തല കണ്ടോ നരച്ചത് നിന്നെ ഇത്രയാക്കാൻ. മോളെ അത് ഇനി നരച്ചിട്ടൊന്നുമില്ല, പേര് വരെ വെച്ചിട്ടൊന്നും എന്തുവാട്ടെ. എന്നാൽ നല്ല നരച്ച തല, നരച്ച തല അതിന് ശോഭയുണ്ട്. പക്ഷെ ഇത് നരച്ച തല ക്രിസ്ത്യാനിയെ വീണ്ടും അറിയാൻ പറ്റാം. പതുക്കെ പറയാം. മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടല്ലോ. ഞാൻ കൈ കൊടുത്തിക്കുന്നില്ല. എന്ന് പറഞ്ഞ് പല തട്ടുന്ന പോലെ തട്ടരുത്. നരച്ച തല, നരച്ച തല അതിന് ശോഭയുണ്ട്. പക്ഷെ ഇത് നരച്ച തല ക്രിസ്ത്യാനിയെ വീണ്ടും അറിയാൻ പറ്റാം. പതുക്കെ പറയാം. മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടല്ലോ. ഞാൻ കൈ കൊടുത്തിക്കുന്നില്ല. എന്ന് പറഞ്ഞ് പല തട്ടുന്ന പോലെ തട്ടരുത്. ഞാനൊരു അമ്മച്ചിയെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു മോടെ വീട്ടില. പിന്നെ ഒരിക്കൽ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു മൂത്ത മോന്റെ വീട്ടില.
പിന്നെ ഒരിക്കൽ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു പേർഷ്യയില തട്ട തട്ട. മാതാപിതാക്കളെ പന്ത് തട്ടുന്നവർ സൂക്ഷിച്ചു കൊള്ളണം. ആരും ആമീൻ പറയുന്നില്ല. എന്റെ ചിന്ത നിങ്ങളുടെ മൗനം സമ്മതമാണ്. സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിച്ച് ഞങ്ങളുടെ കാര്യം പറയാം. ഞങ്ങൾ ഇത്രയും ദൈവദാസന്മാർ സീരിയസ് തലനരച്ചത് കർത്താവിന്റെ ദാസന്മാർ ഞങ്ങൾ ബഹുമാനിക്കുന്നതെല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാവരും അനുഗ്രഹിച്ചാലും മാതാപിതാക്കളെ അനുഗ്രഹമില്ലെങ്കിൽ ആ അനുഗ്രഹം നിങ്ങൾക്ക് ഭിത്തിയാനുഗ്രഹമായി മാറുകയില്ല. നിങ്ങൾക്ക് ഭിത്തിയാനുഗ്രഹമായി മാറുകയില്ല. ക്രൈസ്തവ സമൂഹം അറിയണം. സംഘങ്ങൾ വാഴ്ത്തും യാഹിനെ മോദത്തോടെ ഞാൻ പാടിയാർക്കുമേ. ദൂതസംഘങ്ങൾ വാഴ്ത്തും യാഹിനെ മോദത്തോടെ ഞാൻ പാടിയാർക്കുമേ. പ്രിയൻ പാദം മുത്തും നാളിൽ ഹായന്താനന്ദം മോദത്തോടെ ഞാനും പാടും ദൂതതുല്യമായി. പ്രിയൻ പാദം മുത്തും നാളിൽ ഹായന്താനന്ദം മോദത്തോടെ ഞാനും പാടും ദൂതതുല്യമായി. താരാപഥങ്ങൾ ദൂരെ വാനത്തിൽ താതാ നിൻ സ്നേഹം താരത്തെക്കാളും ദൂരെ താതൻ ചാരെ വന്നു താണു വന്നോനേ. താണ എന്നെ താതൻ ചാരെ കൊണ്ടുപോകണേ. ദൂരെ താതൻ ചാരെ വന്നു താണു വന്നോനേ. താണ എന്നെ താതൻ ചാരെ കൊണ്ടുപോകണേ. താഴെ വീണു ഞാൻ കേഴും നേരത്ത് ആഴിയന്മീതേ ഓളം തല്ലുമ്പോൾ. താഴെ വീണു ഞാൻ കേഴും നേരത്ത് ആഴിയന്മീതേ ഓളം തല്ലുമ്പോൾ. ചാരത്തെത്തി താങ്ങുമെൻ്റെ താതൻ നീയല്ലേ. താതാ എന്നെ താണിടാതെ കാത്തിടേണമേ. ചാരത്തെത്തി താങ്ങുമെൻ്റെ താതൻ നീയല്ലേ. താതാ എന്നെ താണിടാതെ കാത്തിടേണമേ. താരാപഥങ്ങൾ ദൂരെ വാനത്തിൽ താതാ നിൻ സ്നേഹം താരത്തെക്കാളും. താരാപഥങ്ങൾ ദൂരെ വാനത്തിൽ താതാ നിൻ സ്നേഹം താരത്തെക്കാളും. ദൂരെ താതൻ ചാരെ വന്നു താണു വന്നോനേ. താണ എന്നെ താതൻ ചാരെ കൊണ്ടുപോകണേ. ദൂരെ താതൻ ചാരെ വന്നു താണു വന്നോനേ. താണ എന്നെ താതൻ ചാരെ കൊണ്ടുപോകണേ.
നിനക്കെന്നു വന്ദനമേശുപരാ വന്ദനമേശുപരാ നിനക്കെന്നു വന്ദനമേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാതി നാമത്തിനാദരവായി വന്ദനം ചെയ്യുന്നു നിന്നടിയാതിരു നാമത്തിനാദരവായി ഇത്ര മഹത്വമുള്ള പദവിയായി പുഴുക്കൾ കരുള ഇത്ര മഹത്വമുള്ള പദവിയായി പുഴുക്കൾ കരുളാൻ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ യേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാതിരുനാമത്തിനാദരവായി വന്ദനം ചെയ്യുന്നു നിന്നടിയാതിരുനാമത്തിനാദരവായി. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചു. ഇന്ന് പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഭാഗം അനുഗ്രഹകരമായി നടത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ ബലപ്പെടുത്തി. ദൈവം നമ്മോട് കൂടെ ഇരുന്നു. സർവവിധമായ അനുഗ്രഹങ്ങളും നമ്മിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും പകരുവാൻ സർവകൃപാലുവായ ദൈവം ഇന്ന് പകൽക്കാലം അത് നമ്മോട് കൃപ തോന്നി. ഇത്രത്തോളം നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്തും നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവമുഖത്തേക്ക് വീണ്ടും കണ്ണുകളെ ഉയർത്തുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥനായ ദൈവമേ, അനുഗ്രഹീതമായ നല്ല ദിനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഏത് സമയവും ധൈര്യത്തോട് കൃപാസനത്തോടടുത്ത് വരുവാൻ ഞങ്ങൾക്ക് അധികാരം അവകാശം തന്ന പിതാവേ, ഞങ്ങൾ ഈ നല്ല സമയം അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കുകയാണ്. ഈ വാത്സല്യ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നയോളം അവരെ നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയ ചേനെ മാമെ ദൈവസ്ഥലിലേക്ക് സമർപ്പിക്കുന്നു. ദൈവം അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് ഇത്രത്തോളം ദൈവം നടത്തിയതിന് സ്തോത്രം. ദാനമായ അനുഗ്രഹമായി ദൈവം കൊടുത്ത തലമുറകൾക്കായി സ്തോത്രം. വിശേഷിയാൽ പ്രിയ ബിജോയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് തക്കതായ ഒരു ക്രമീകരണങ്ങളെ ഇന്ന് പകലിൽ കർത്താവ് ചെയ്തതിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് പകൽ നടന്ന ഓരോ ശുശ്രൂഷകളിലും ദൈവാത്മാവിന്റെ വലിയ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഒരു ഉത്തമ കുടുംബ ജീവിതം നയിപ്പാൻ ആവശ്യമേറിയ എല്ലാ കൃപയും ഉയരത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവം നൽകണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഭൂപ്പരപ്പിൽ ഒരു മിഷണറി കുടുംബം കൂടെ ഉരുവായപ്പോൾ ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന കുഞ്ഞുങ്ങളാക്കി ദൈവരെ തീർക്കണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ അവരുടെ കുടുംബങ്ങൾക്ക്, അവരുടെ സഭകൾക്ക് തന്നെ പ്രിയ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായി മാറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. പ്രിയ സിസ്റ്റർ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേലയിൽ ഒരു വർദ്ധിച്ചു വരുവാൻ ഇടയാക്കണമേ. സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ അപ്പച്ചന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഭവനത്തോട് ബന്ധുക്കളായ ചർച്ചക്കാരായ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ അമ്മച്ചിയെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം തലമുറകളുടെ നന്മകൾ കാണുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്ത കർത്താവേ, മംഗളകരമായ ഇന്ന് പകൽ ശുശ്രൂഷയെ കർത്താവ് നയിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇപ്പോഴവർ ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്നല്ലോ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവരുടെ വാഹനത്തോട് കൂടെ പോകണമേ. ഒരനർത്ഥം വരാതെ ദൈവം കാക്കണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരനുഗ്രഹമാക്കി തീർക്കണം. തലമുടക്കി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പുത്രപരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും വാഴ്ചകളും
കടന്നു വന്ന എല്ലാ ജീവിതത്തോടും തലകളെ വണക്കിയ എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ വാത്സല്യഭവനത്തോടും വിശേഷാൽ ഇന്ന് പകൽക്കാലം വിവാഹിതരായിരിക്കുന്ന ആ വാത്സല്യ കുഞ്ഞുങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.